നമസ്കാരം. പ്രധാന വാർത്തകൾ. നമ്മുടെ സാംസ്കാരികവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. കലാമണ്ഡലത്തിൽ ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. CPM കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. മുണ്ടൂരിൽ CPM സമാന്തര കമ്മിറ്റി ഉണ്ടാക്കിയ ഗോകുൽദാസിനും സംഘത്തിനുമെതിരെ നടപടിയെടുക്കേണ്ടെന്ന് CPM തീരുമാനിച്ചു. മുണ്ടൂരിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് AK ബാലൻ. എമർജിംഗ് കേരളയിൽ പെരിന്തൽമണ്ണയിലും പദ്ധതി. ഹിൽടോപ്പ് പദ്ധതി എരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റിൽ. നഗരസഭ അറിഞ്ഞിട്ടില്ലെന്നും അനുവദിക്കില്ലെന്നും ഭരണപക്ഷം. കേരള ജനത ചെറുത്തുനേടിയ നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ കുത്തകകൾക്ക് എമർജിംഗ് കേരളയിലൂടെ തീരെഴുതി കൊടുക്കുന്നതായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ. നാളികേരത്തിന് വിലയിടിയുന്നു. കർഷകരെ സംരക്ഷിക്കാൻ നീര ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കണമെന്ന് കേര കർഷകർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാരമ്പര്യാധിഷ്ഠിതവും സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതുമായ നമ്മുടെ തനത് കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു. ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മറ്റു മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തിനായി കേരള കലാമണ്ഡലത്തിലെത്തിയത്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ശിലാസ്ഥാപന ചടങ്ങ് നടന്നത്. നമ്മുടെ തനതായ കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്നും എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് പല തനതു കലാരൂപങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രംഗകലാ മ്യൂസിയം യാഥാർത്ഥ്യമാവുന്നതോടെ ഇത്തരം കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ഭാവിയിൽ വിവിധ കലാരൂപങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മ്യൂസിയം വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. While some others need to be protected and supported. The museum, once established, will preserve and promote the rich and varied performing arts of the 4 states of South India. Further, it would reinforce India's pluralism and harmonize coexistence of diverse cultures. ചടങ്ങിൽ ഗവർണർ HR ഭരദ്വാജ് അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്, കേന്ദ്രമന്ത്രിമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, E അഹമ്മദ്, PK ബിജു MP, PC ചാക്കോ MP, K രാധാകൃഷ്ണൻ MLA, കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ അനുവദിച്ച 8 കോടി രൂപയോളം വിനിയോഗിച്ചാണ് 40,000 അടി ചതുരശ്ര വിസ്തീർണത്തിൽ രംഗകലാ മ്യൂസിയം നിർമ്മിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം 40 മിനിറ്റോളം പ്രത്യേകമായി അവതരിപ്പിച്ച മോഹിനിയാട്ടം, കഥകളി എന്നീ കലാരൂപങ്ങളും ആസ്വദിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി കേരള കലാമണ്ഡലത്തിൽ വരുന്നത്. ഷൊർണൂരിലെയും ഒഞ്ചിയത്തെയും പാഠം ഉൾക്കൊണ്ട മുണ്ടൂരിൽ CPM പത്തിമടക്കി. PA ഗോകുൽദാസിനും സംഘത്തിനുമെതിരെ യാതൊരു അച്ചടക്ക നടപടിയും വേണ്ടെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഗോകുൽദാസിനെയും സംഘത്തെയും അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. CPMന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് പാർട്ടിയെ വെല്ലുവിളിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതിരിക്കുന്നത്. ചൊവ്വാഴ്ച ഗോകുൽദാസും സംഘവും സമാന്തര CPM കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടും അവർക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവർ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പ്രതികാര നടപടികളൊന്നും വേണ്ടെന്ന് വെച്ചത്. മുണ്ടൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 6 പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളും ഒട്ടുമിക്ക പാർട്ടി പ്രവർത്തകരും ഗോകുൽദാസിനൊപ്പമാണെന്ന തിരിച്ചറിയലാണ് അച്ചടക്ക നടപടി വേണ്ടെന്ന് വയ്ക്കാൻ കാരണം. മുണ്ടൂർ ഏരിയയിൽ പാർട്ടിക്ക് കോട്ടം തട്ടിയാൽ അത് മലമ്പുഴ, കോങ്ങാട് അസംബ്ലി മണ്ഡലങ്ങളെ വരും കാലങ്ങളിൽ ബാധിക്കുകയും ചെയ്യും. ഗോകുൽദാസിനും സംഘത്തിനുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ അത് ജില്ലയിലെ CPMന്റെ ശക്തി കേന്ദ്രത്തിന് ഏൽക്കുന്ന ആഘാതം വളരെ ഗുരുതരമായിരിക്കും. ജില്ലാ നേതൃത്വത്തോടുള്ള എതിർപ്പാണ് മുണ്ടൂരിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജനകീയ കൂട്ടായ്മ നടന്ന ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഗോകുൽദാസുമായി ടെലിഫോണിൽ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ആവശ്യപ്പെട്ടതായി ഗോകുൽദാസിന്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഷൊർണൂർ, ഒഞ്ചിയം, ഒറ്റപ്പാലം പോലെ മുണ്ടൂരിനെയും മാറ്റാൻ CPM നേതൃത്വം ഒരുങ്ങിയേക്കില്ല. പാലക്കാട്ടെ പാർട്ടിക്കോ മുണ്ടൂരിലെ പാർട്ടിക്കോ ഒരു ക്ഷതവും ഉണ്ടാകില്ലെന്നും അങ്ങനെ ആരും ആഗ്രഹിക്കേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ പറഞ്ഞു. മുണ്ടൂരിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം പരിഹരിക്കുമെന്നും AK ബാലൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഒരു രൂപത്തിലുമുള്ള പ്രതികാര നടപടി അല്ല അച്ചടക്ക നടപടി. അച്ചടക്ക നടപടി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ
അച്ചടക്ക നടപടിക്ക് വിധേയരായ സഖാക്കൾ സംഘടനാപരമായി തുടർ നടപടികൾ അവർക്ക് സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ഒരു രൂപത്തിലും പാലക്കാട്ടെ പാർട്ടിക്കോ മുണ്ടൂര പാർട്ടിക്കോ ഒരു ക്ഷതവും ഉണ്ടാകില്ല. അതിനാരും ആഗ്രഹിക്കേണ്ട. എല്ലാ സഖാക്കളും ഒരുമയോടുകൂടി പരസ്പര വിശ്വാസത്തോടുകൂടി പാർട്ടി മേൽക്കമ്മിറ്റി എടുത്ത തീരുമാനം ശിരസാവഹിച്ച് മുന്നോട്ട് പോകും. മുണ്ടൂരിലെ ഗോകുൽദാസിനൊപ്പം ചേർന്ന് ഒറ്റപ്പാലത്ത് CPM വിമതരും പ്രവർത്തിച്ചേക്കുമെന്ന് സൂചന. ഇരു വിഭാഗത്തിന്റെയും ആശയം ഒന്നാണെന്നാണ് ഒറ്റപ്പാലം വിമതരുടെ വിലയിരുത്തൽ. CPM-ൽ നിന്നും വിട്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരെ മത്സരിക്കുകയും ചെയ്ത ഒറ്റപ്പാലത്ത് വിമതർ മറ്റൊരു പാർട്ടിയിലും ചേക്കേറിയിട്ടില്ല. ഇതേ നിലപാടുമായി വരുന്ന ആരുമായും സഹകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ വന്ന പുതിയ നീക്കത്തോടൊപ്പം ഒറ്റപ്പാലത്തെ SR പ്രകാശിന്റെ നേതൃത്വത്തിലുള്ളവർ ചേർന്ന് പ്രവർത്തിച്ചേക്കും. ഷൊർണൂരിന് ശേഷം ഒറ്റപ്പാലത്തും CPM വിട്ടുവന്നവർ ഏറെ ഉണ്ടെങ്കിലും ഷൊർണൂരിലെ MR മുരളിക്കൊപ്പം പരസ്യമായി ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ ഒറ്റപ്പാലത്തെ വിമതർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 6 വാർഡുകളും നേടിയിരുന്നു. ഇതൊരു നല്ല ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമാണെന്നാണ് രഹസ്യമായെങ്കിലും വിമതർ പറയുന്നത്. CPM-ലെ പാലക്കാട്ടെ പല പ്രശ്നങ്ങളും നേതാക്കളുടെ അപ്രമാദിത്വവും ഇതോടെ അവസാനിക്കുമെന്നും ഇവർ പ്രത്യാശിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങളും കൂടിയാലോചനകളും ചേർന്നു കഴിഞ്ഞു. എമർജിംഗ് കേരളയിൽ പെരിന്തൽമണ്ണയിലും പദ്ധതി. നഗരസഭയുടെ എരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റാണ് ഹിൽ ടോപ്പ് പദ്ധതിക്കായി എമർജിംഗ് കേരളയിലുള്ളത്. ഹിൽ ടോപ്പ് പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്ന ഭൂമി വിട്ടുകൊടുക്കില്ലെന്നുമുള്ള നിലപാടിലാണ് നഗരസഭ ഭരണസമിതി. പെരിന്തൽമണ്ണ നഗരസഭയുടെ എരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റ് ഭൂമിയാണ് എമർജിംഗ് കേരളയിലെ ഹിൽ ടോപ്പ് പദ്ധതിക്കായി പരിഗണിച്ച ഭൂമി. എമർജിംഗ് കേരളയിലെ പെരിന്തൽമണ്ണയിലെ ഹിൽ ടോപ്പ് പദ്ധതിയിൽ പാരമ്പര്യ ഗ്രാമവും ആയുർവേദ റിസോർട്ടുമാണ് ഉള്ളത്. 28.5 കോടി രൂപ പദ്ധതി തുക നിശ്ചയിച്ച ഹിൽ ടോപ്പ് പദ്ധതി 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് എമർജിംഗ് കേരളയുടെ വെബ്സൈറ്റിൽ ഉണ്ട്. എരവിമംഗലം ഹിൽ ടോപ്പ് പ്രൊജക്ട് എന്നാണ് വെബ്സൈറ്റിൽ ഉള്ളത്. എരവിമംഗലത്തെ 10 ഏക്കർ സ്ഥലം പ്രയോജനപ്പെടുത്താമെന്നും വെബ്സൈറ്റിൽ ഉണ്ട്. എന്നാൽ വെബ്സൈറ്റിൽ ഉള്ളതല്ലാതെ പദ്ധതിയെക്കുറിച്ച് നഗരസഭയ്ക്കും വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായങ്ങൾ തുടങ്ങാനിരിക്കുന്ന ഭൂമി എമർജിംഗ് കേരളയുടെ ഹിൽ ടോപ്പ് പദ്ധതിക്ക് വിട്ടുകൊടുക്കില്ലെന്നാണ് നഗരസഭയുടെ നിലപാട്. എരവിമംഗലം ഹിൽ ടോപ്പ് പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നും നഗരസഭയുടെ വ്യാവസായിക എസ്റ്റേറ്റിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായി സംരംഭകർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർമാൻ M. മുഹമ്മദ് സലീം പറഞ്ഞു. എമർജിംഗ് കേരളയിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയതായിട്ടോ അല്ലെങ്കിൽ ഈ ഭൂമി അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടോ ഇതുവരെ ഔദ്യോഗികമായിട്ട് നഗരസഭയ്ക്ക് യാതൊരു വിവരവും സർക്കാരിന് ലഭിച്ചിട്ടില്ല. നഗരസഭ ഇവിടെ ചെറുകിട വ്യവസായികൾക്ക് വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി ഈ പ്ലോട്ട് വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നഗരസഭയുമായിട്ട് ആലോചിച്ചോ അല്ലെങ്കിൽ നഗരസഭയുടെ അറിവോടെയോ അല്ല ഇത്തരത്തിലൊരു പ്രോജക്റ്റ് എമർജിംഗ് കേരളയിൽ വിളിച്ചിട്ടുള്ളത്. അത് തീർത്തും നിരുത്തരവാദപരമാണ്. അത്തരമൊരു പദ്ധതി പ്രത്യേകിച്ച് റിസോർട്ട് ലോബിക്ക് ഭൂമി തീർച്ചയായി കൊടുക്കാൻ നഗരസഭ തയ്യാറല്ല. വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാൻ സംരംഭകർക്ക് പ്ലോട്ടുകൾ നൽകുന്നതിന് 1997-98 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പെരിന്തൽമണ്ണ നഗരസഭ എരവിമംഗലത്ത് ഭൂമി വാങ്ങിയത്. തുടക്കത്തിൽ ചില സംരംഭകർ മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. വർഷങ്ങളായി വെറുതെ കിടക്കുന്ന ഭൂമി മറ്റേതെങ്കിലും പദ്ധതികൾക്ക് പ്രയോജനപ്പെടുത്താൻ നഗരസഭ ആലോചിച്ചിരുന്നു. ഇതേ തുടർന്ന് 2006 ഒരു സ്വകാര്യ കമ്പനി ഹിൽ ടോപ്പ് പദ്ധതിയുമായി മുന്നോട്ട് വന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പദ്ധതിയും ഉപേക്ഷിച്ചിരുന്നു. വ്യവസായത്തിന് ഏറ്റെടുത്ത ഭൂമിയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാമെന്ന് ആവശ്യപ്പെട്ട് താലൂക്കിലെ ചെറുകിട വ്യവസായ സംഘടനയും പിന്നീട് മുന്നോട്ട് വന്നു. ചെറുകിട വ്യവസായികൾ രംഗത്ത് വന്നതോടെ ഭൂമി പ്ലോട്ടുകളാക്കി വ്യവസായത്തിന് നൽകുന്നതിന് നഗരസഭ തീരുമാനിച്ച സാഹചര്യത്തിലാണ് എമർജിംഗ് കേരളയുടെ വരവ്. വ്യവസായ എസ്റ്റേറ്റ് എമർജിംഗ് കേരള ഹിൽ ടോപ്പ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ പരിഗണിച്ച സാഹചര്യത്തിൽ ഭൂമി അനുവദിക്കുന്ന കാര്യത്തിൽ നഗരസഭയുടെ തീരുമാനം നിർണായകമാണ്. കേരള ജനത ചെറുത്തു നേടിയ നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ എമർജിംഗ് കേരളയിലൂടെ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി LDF ചെറുപ്പശ്ശേരിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തിന്റെ മിച്ചഭൂമി പാവപ്പെട്ടവരെ കിട്ടുന്ന മിച്ചഭൂമി തട്ടിയെടുക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി നിശ്ചയിച്ച ഭൂപരിധി മറികടക്കാൻ പ്ലാന്റേഷൻ എന്ന നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന മേഖലയിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ 2005 മുമ്പ് നികത്തിയ പാടത്തിനെല്ലാം നിയമസാധുതയുണ്ട് എന്ന പ്രഖ്യാപനം വഴി ഈ കേരളത്തിന്റെ നെൽപ്പാടങ്ങളാകെ ഇല്ലാതാക്കാൻ
നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ നേടിയ നേട്ടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് LDF പൊതുയോഗം സംഘടിപ്പിച്ചത്. CPM ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KB സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് എസിലെ VK ഹരിദാസ്, KT സത്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നാളികേരത്തിന്റെ വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായ കേര കർഷകരെ സംരക്ഷിക്കാനായി നീര ഉൽപ്പാദിപ്പിക്കുന്നതിന് സർക്കാർ അനുമതി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. അബ്കാരി നിയമത്തിലെ ആവശ്യമില്ലാത്ത കുരുക്ക് ഒഴിവാക്കി നീര ഉൽപ്പാദനത്തിന് അനുമതി നൽകണമെന്നാണ് കേര കർഷകരുടെ ആവശ്യം. നാളികേരത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ ജീവിത പ്രതിസന്ധികളെ നേരിടുന്ന കേര കർഷകരെ സഹായിക്കാൻ കേരാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകണമെന്ന ആവശ്യം ശക്തിപ്പെട്ടിട്ടുണ്ട്. അബ്കാരി നിയമത്തിന്റെ മറവിൽ നീര ഉൽപ്പാദിപ്പിക്കുന്നതിന് സർക്കാർ അനുമതി നിഷേധിച്ചത് പുനർവിചിന്തനം ചെയ്യണമെന്ന് കേര കർഷകർ അഭിപ്രായപ്പെടുന്നു. കർണാടകയിൽ നീര ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ അനുമതിയും നൽകിയിട്ടുണ്ട്. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നാളികേര ഉൽപാദക സംഘങ്ങൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും നീര ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുമതി നൽകണമെന്ന് പൂക്കോട്ടുകാവ് നാളികേര ഉൽപാദക സംഘം അംഗങ്ങൾ പറയുന്നു. സാമ്പത്തികമായിട്ട് സംസ്ഥാനത്തിൽ മൊത്തം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സംഭവമാണ് നീര എന്ന് പറയുന്നത്. നീര എന്ന് പറയുന്നത് ഈ പൂങ്കൊലയിൽ നിന്ന് ഇടം പൂങ്കൊലയിൽ നിന്ന് കെട്ടിയെടുക്കുക എന്ന് തന്നെ എന്ന് പറയാം. ആ ഒരു അതിനെടുക്കുന്ന കള്ള് എന്ന് പറയുന്ന സാധനം. അതിന് തൊഴിലാളി സാധ്യത ഒരു 30-40 തെങ്ങ് ഒരു ദിവസം ചെത്തുന്നു. 30-40 തെങ്ങ് ചെത്താനുള്ള ആൾക്കാർ, അവർക്കുള്ള പണി, പിന്നെ ഉൽപാദനത്തിൽ ഉള്ള ഒരു സ്ഥിരമായ വരുമാനം. ഇതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് കേരള ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കേര കർഷകരെ, കാർഷിക മേഖല പ്രത്യേകിച്ച് കേര കർഷകരെ സഹായിക്കാനുള്ള നല്ലൊരു അവസരമാണ്. അവർക്ക് ഈ നീര ഉൽപ്പാദിപ്പിക്കാനുള്ള നീര എന്ന് പറയുമ്പോൾ അവിടെ സർക്കാർ എക്സൈസിന്റെ ഒരു പരിധിയിൽ പറഞ്ഞ ഉള്ളിൽ ചെത്തിയെടുക്കുക എന്ന് പറയുന്നത്. മധുരക്കള്ളാകുമ്പോൾ ഈ കള്ളെന്ന് പറയുമ്പോൾ എക്സൈസുകാർ അതിനൊരു പരിവേഷം കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യം ഇതിനകത്തില്ല. യാതൊരു കാരണവശാലും ലഹരി വസ്തുവല്ല. മാത്രമല്ല ഹെൽത്ത് ഡ്രിങ്കായിട്ട് ചിലവുണ്ട്. ഫിലിപ്പൈൻസിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഉൽപ്പാദിപ്പിച്ച് സാമ്പത്തികമായിട്ട് കാണുന്നുണ്ട്. കർണാടക സർക്കാർ ഇപ്പോൾ അതിന് അടുത്ത കാലത്ത് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ഗവൺമെന്റ് എന്തുകൊണ്ടും പക്ഷേ കാർഷിക മേഖലയിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് ഇത് എന്തുകൊണ്ടും അനിവാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. നാളികേരം, കരിക്ക് എന്നിവയുടെ വിപണനം ഇതിലൂടെ വൻതോതിൽ സാധ്യമാകുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പാഴാക്കി കളയുന്ന നാളികേര വെള്ളം, ചിരട്ട, ചകിരി തുടങ്ങിയവ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഓരോ തലത്തിലും അടിസ്ഥാനപരമായി ഇരട്ടി മൂല്യം നൽകുന്നതാണെന്നും കർഷകർ പറയുന്നു. നാളികേര വികസന ബോർഡിന്റെ കീഴിലുള്ള ഫെഡറേഷനുകളും കമ്പനികളും ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നാളികേര വെള്ളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീര മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ കേരളത്തിൽ മാത്രം ഉൽപാദന അനുമതി നിഷേധിച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യവും കർഷകരിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. നാളികേര ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചതും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുത്തനെ ഇടിഞ്ഞതും നാളികേര പൗഡറിന്റെ കയറ്റുമതി നിലച്ചതുമായ സാഹചര്യത്തിൽ കേര കർഷകരുടെ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നീര പോലുള്ള പുതിയ കേരാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അനിവാര്യമാണെന്നും അല്ലാത്തപക്ഷം നെൽകൃഷിയുടെ ദുരവസ്ഥ കേര കൃഷിക്കും ഏറെ വൈകാതെ ഉണ്ടാകുമെന്നും നാളികേര സംഘങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ട്രെയിനിൽ യാത്രക്കാരിയെയും സഹയാത്രികനെയും മർദ്ദിച്ച TTEമാരെ ഷൊർണൂരിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജധാനി എക്സ്പ്രസിലാണ് സംഭവം. പ്രശ്നത്തിൽ ഇടപെട്ട പോലീസുകാരെയും TTEമാർ മർദ്ദിച്ചു. തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ വെച്ച് എറണാകുളത്ത് നിന്നും കയറിയ മഹാദേവി സനൂജ്, ഇവരുടെ ബിസിനസ് പങ്കാളിയായ രഞ്ജിത്ത് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി TTEമാരുടെ മർദ്ദനമേറ്റത്. മഹാദേവി സനൂജിന്റെ ടിക്കറ്റ് റിസർവേഷൻ സംബന്ധിച്ച് TTEമാരുമായി വാക്കുതർക്കമുണ്ടാവുകയും സഹയാത്രികനായ രഞ്ജിത്തിനെ TTEമാർ മർദ്ദിക്കുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത മഹാദേവിയെയും TTEമാർ മുഖത്തടിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. ട്രെയിൻ പുലർച്ചെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവർ റെയിൽവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് TTEമാരുമായി സംസാരിച്ച് പോലീസ് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാരെയും TTEമാർ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് TTEമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. TTEമാരായ ഹരിയാന സ്വദേശി സുരീന്ദ്ര സിംഗ് പുനായ്, ഉത്തർപ്രദേശ് സ്വദേശി രോഹിദാസ് സിംഗ് എന്നിവരാണ് അറസ്റ്റിലായത്. TTEമാർ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. യാത്രക്കാരെ ആക്രമിച്ചതിനും പോലീസിനെ ആക്രമിച്ചതിനും TTEമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ TTEമാരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.
ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് ചന്തയ്ക്ക് അനുയോജ്യമായ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ചന്ത നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സബിത പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡെൻസിറ്റി ന്യൂസിൽ പെരുമാങ്ങോട് ചന്തയെക്കുറിച്ച് വന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു പി സബിത. ചന്തയ്ക്ക് അനുയോജ്യമായ പല സ്ഥലങ്ങളും ശ്രീകൃഷ്ണപുരത്ത് കണ്ടെത്തിയിരുന്നുവെങ്കിലും അത് സംബന്ധിച്ച ചർച്ചയ്ക്കൊടുവിൽ അത് നടക്കാതെ പോവുകയാണുണ്ടായതെന്നും പി സബിത ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ചന്ത സ്വകാര്യ വ്യക്തിയാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി സ്വകാര്യ വ്യക്തി ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പെരുമാങ്ങോട് ചന്ത നിലവിൽ ഇല്ലാതായി തീരുമെന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യം ഗ്രാമപഞ്ചായത്തിനുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഗ്രാമപഞ്ചായത്ത് പെരുമാങ്ങോട് ചന്തയുടെ വിഷയം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറ്റിയ ഒരു സ്ഥലം കിട്ടിയാൽ ഗ്രാമപഞ്ചായത്തിന് ചന്ത നടത്തുന്നതിന് ആവശ്യമായ ഒരു സ്ഥലം കിട്ടിയാൽ ഗ്രാമപഞ്ചായത്ത് തീർച്ചയായും ചന്തയ്ക്ക് വേണ്ടിയുള്ളൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ശ്രീകൃഷ്ണപുരത്തിന്റെ പഞ്ചായത്തിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ ചന്തയുടെ ആവശ്യമായിട്ട് ചർച്ച ചെയ്തിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാലും അത് ചുറ്റിത്തിരിഞ്ഞു പോവുകയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന് ഒരു മാർക്കറ്റ് തുടങ്ങുന്നതിന് ആവശ്യമായ സ്ഥലം കിട്ടിയ ചന്ത ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകേണ്ടത് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം എന്ന പോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംഘം സ്ഥലം സന്ദർശിക്കും. പാലം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായാണ് RBDC സംഘം അങ്ങാടിപ്പുറത്ത് എത്തുന്നത്. വെള്ളിയാഴ്ച അങ്ങാടിപ്പുറത്ത് എത്തുന്ന RBDC സംഘം പാലം നിർമ്മിക്കുന്ന സ്ഥലം പരിശോധിക്കും. അങ്ങാടിപ്പുറം അൽപ്പാക്കുളം മുതൽ ഗവൺമെന്റ് പോളിടെക്നിക് ക്വാർട്ടേഴ്സ് വരെ നീളത്തിൽ 8 മീറ്റർ വീതിയിൽ പാലം നിർമ്മിക്കാനാണ് പദ്ധതി. മേൽപ്പാലം നിർമ്മാണ പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ നോഡൽ ഏജൻസിയായ കിറ്റ്കോയെ RBDC ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. RBDC സംഘത്തോടൊപ്പം കിറ്റ്കോ പ്രതിനിധികളും വെള്ളിയാഴ്ച അങ്ങാടിപ്പുറത്ത് എത്തും. നവംബർ മാസത്തിൽ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങാനാണ് RBDC തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റിൽ 8 മീറ്റർ വീതി 10 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തി നടന്നുവരികയാണ്. അങ്ങാടിപ്പുറം മുതൽ പെരിന്തൽമണ്ണ വരെ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതിനാൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 20 കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പകുതി കേന്ദ്ര സർക്കാരും പകുതി സംസ്ഥാന സർക്കാരും വഹിക്കും. ഒറ്റപ്പാലം നഗരസഭയുടെ പുതിയ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ലേലം മുടങ്ങിയതിനെതിരെ ഭരണസമിതിയും മന്ത്രി മഞ്ഞളാംകുഴി അലിയെ സമീപിച്ചു. രാഷ്ട്രീയ പകപോക്കലാണ് ഒറ്റപ്പാലത്തേതെന്നാണ് ഭരണപക്ഷത്തിന്റെ വിമർശനം. KSEB ഓഫീസ് പുതിയ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറ്റാനും നഗരസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ സ്റ്റേ വന്നപ്പോൾ ഇതിനും കാലതാമസം നേരിട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും ഭരണപക്ഷം പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ലേലം നിശ്ചയിച്ചിരുന്ന ദിവസത്തിന്റെ തലേദിവസം വൈകിട്ടാണ് അജണ്ടകൾ സർക്കാർ സ്റ്റേ ചെയ്തത്. അതിനാൽ സ്റ്റേ നീക്കിക്കിട്ടാൻ ഭരണസമിതിക്കായിട്ടില്ല. ആകെയുള്ള 36 കടമുറികൾക്കായി നടക്കേണ്ട ലേലത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ആളുകളും പണം കെട്ടിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ ലേലം നടന്നില്ലെങ്കിൽ ഈ പണം മുഴുവൻ തിരിച്ചു നൽകേണ്ടിയും വരും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വേദങ്ങളെ അടുത്തറിയുന്നതിനും കൂടുതൽ മനസ്സിലാക്കുന്നതിനുമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വേദപരിചയം ശില്പശാല സംഘടിപ്പിച്ചു. പ്രമുഖർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിലെ സംസ്കൃത വിഭാഗവും സംസ്കൃതം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്നാണ് വേദപരിചയം ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല പ്രിൻസിപ്പൽ MP രവീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ A രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PV രാമൻകുട്ടി, ഡോക്ടർ M സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ KA രവീന്ദ്രൻ, ഡോക്ടർ NM നാരായണൻ, KT നാരായണൻ നമ്പൂതിരി, KT ശ്രീനാരായണൻ എന്നിവർ ശില്പശാലയിൽ ക്ലാസ് എടുത്തു. സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കെടുത്തു. പ്രായോഗിക ശാസ്ത്രങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു വേദമാണ് അഥർവവേദം. പക്ഷേ അതിന് നമുക്കറിയാം, 4ാമത്തെ വേദമായിട്ട് ആണ് പരിഗണിച്ചിരുന്നത്. 3 വേദങ്ങൾക്കാണ് പ്രാധാന്യം വെക്കുകയുള്ളതാണ്. ആദ്യകാലത്ത് അഥർവവേദത്തിന് മറ്റ് 3 വേദങ്ങളെ പോലെയുള്ളൊരു എലവേഷൻ ഉണ്ടായിരുന്നില്ല, ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് അഥർവവേദവും 4 വേദങ്ങളിൽ പെട്ടു. 4 വേദം എന്ന സങ്കല്പം ദൂരമാണ്. പക്ഷേ അഥർവവേദ ആലാപന പാരമ്പര്യം വളരെ വിരളമാണ്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ അഥർവവേദ ആരാധനയുള്ളൂ. കേരളത്തിൽ ഇല്ല,
കേരളത്തിലെ അധ്യാപകരുടെ ആരാധന പാരമ്പര്യം ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 3 വേദികളുടെ ആരാധന പാരമ്പര്യം. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുമയുടെ പെരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ശ്രദ്ധേയമായി. പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു. അറിവിന്റെ നക്ഷത്ര കൂടാരമായ മാതൃവിദ്യാലയത്തിൽ നടന്ന ഒരുമയുടെ പെരുമയിൽ ബാല്യകൗമാരങ്ങളുടെ വസന്ത സ്മൃതികൾ ഉണർത്തി. ചൈതന്യധന്യമായ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തി പഴയകാല വിദ്യാർത്ഥികളും അധ്യാപകരും ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കൂട്ടായ്മയിൽ ഒത്തുകൂടി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊപ്പം അവർ സദ്യ ഉണ്ടു. ഒരുമയുടെ പെരുമ ഓർമ്മപ്പെടുത്തി. സ്കൂൾ PTA, MTA, വികസന സമിതി, മാനേജ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഒരുമയുടെ പെരുമ സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, വൈസ് പ്രസിഡന്റ് C അംബുജാക്ഷി, പെരിന്തൽമണ്ണ അലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം T ഹാജറുമ്മ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ DYSP KP വിജയകുമാർ, സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട എന്നിവരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. കുട്ടികളും അധ്യാപകരും ഈ നാട്ടിലെ എല്ലാ നല്ല മനസ്സുകളും യോജിച്ചപ്പോൾ ഈ പരിപാടി വളരെ പ്രയാസം കൂടാതെ തന്നെ ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞതിൽ തികഞ്ഞ ചരിതാർത്ഥ്യം. ഈ പരിപാടി ഒരു ഊണോട് കൂടിയിട്ടല്ല അവസാനിക്കുക എന്നാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. ഈ ഉണ്ടാക്കിയ ഒരുമ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾ എടുക്കുന്ന ഓരോ പരിപാടിയിലും വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. പ്രധാന അധ്യാപകരായ വേണു പുഞ്ചപ്പാടം, വി ശോഭന, PTA പ്രസിഡന്റ് ജനാർദ്ദനൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ N അബൂബക്കർ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ഖാലിദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരുമയുടെ കൂട്ടായ്മ ആവശ്യമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ഒരുമയുടെ പെരുമയ്ക്ക് സമാപനമായത്. KSSPU മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കുക, നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രചരണ ജാഥയിലെ പ്രധാന വിഷയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു KSSPUവിന്റെ ആഭിമുഖ്യത്തിൽ മധ്യമേഖല, തീരദേശ മേഖല, കിഴക്കൻ മേഖല ജാഥകളാണ് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. വഴിക്കടവിൽ നിന്നും പര്യടനം ആരംഭിച്ച കിഴക്കൻ മേഖല ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KP ഭാസ്കരനാണ് കിഴക്കൻ മേഖല ജാഥ നയിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ഇബ്രാഹിം, ജില്ലാ കമ്മിറ്റി അംഗം MK ദിവാകരൻ, പെരിന്തൽമണ്ണ യൂണിറ്റ് സെക്രട്ടറി MJ ജേക്കബ്, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ആനമങ്ങാട് നൽകിയ സ്വീകരണ യോഗത്തിൽ KSSPU ഏലംകുളം യൂണിറ്റ് സെക്രട്ടറി S മധുസൂദനൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി ആന്റണി എന്നിവരും സംസാരിച്ചു. മങ്കട ബ്ലോക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ കൂട്ടിലങ്ങാടിയിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നമ്മുടെ സാംസ്കാരികവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. കലാമണ്ഡലത്തിൽ ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. CPM കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. മുണ്ടൂരിൽ CPM സമാന്തര കമ്മിറ്റി ഉണ്ടാക്കിയ ഗോകുൽദാസിനും സംഘത്തിനുമെതിരെ നടപടിയെടുക്കേണ്ടെന്ന് CPM തീരുമാനിച്ചു. മുണ്ടൂരിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് AK ബാലൻ. എമർജിംഗ് കേരളയിൽ പെരിന്തൽമണ്ണയിലും പദ്ധതി. ഹിൽ ടോപ്പ് പദ്ധതി എരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റിൽ. നഗരസഭ അറിഞ്ഞിട്ടില്ലെന്നും അനുവദിക്കില്ലെന്നും ഭരണപക്ഷം. കേരള ജനത ചെറുത്തുനേടിയ നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ കുത്തകകൾക്ക് എമർജിംഗ് കേരളയിലൂടെ തീരെഴുതി കൊടുക്കുന്നതായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ. നാളികേരത്തിന് വിലയിടിയുന്നു. കർഷകരെ സംരക്ഷിക്കാൻ നീര ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കണമെന്ന് കേര കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.